ഗുരുദേവ പാദങ്ങളിൽ എൻ്റെ പ്രണാമം. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആത്മോപദേശ ശതകം 7ാമത്തെ പദ്യം മുതലാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. 7ാം പദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ പൊരുൾ ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ആ പദ്യത്തിലേക്ക് കടക്കാം. ഏത് വേദാന്തകൃതി പഠിക്കാനും ശാസ്ത്രീയമായ ഈ സത്യം അത് പൂർണ്ണമായി അനുഭവിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഓർമ്മയിലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കെളുപ്പം കാര്യം ഗ്രഹിക്കാൻ കഴിയും. ഈ ജഗത്തിൽ ഒരൊറ്റ വസ്തു മാത്രമേ സത്യമായുള്ളൂ, ബ്രഹ്മം. അതിന്റെ സ്വരൂപം അഖണ്ഡ ബോധം, ശുദ്ധമായ ആനന്ദം. അത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു, നിശ്ചലമായി നിറഞ്ഞു നിൽക്കുന്നു. നിശ്ചലമായി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊന്നും അതിൽ യഥാർത്ഥമായി ഉണ്ടായിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പലത് കാണുന്നത് ഭ്രമം. മരുഭൂമിയിൽ കാനൽ ജലം കാണുമ്പോലെ കാണുന്ന കാഴ്ച. ഇതാണ് നിലനിൽപ്പിന്റെ ശാസ്ത്രീയമായ സത്യം. ഇതിൽ പരമൊരു സത്യം ഇനി ഒരിക്കലും ആരും കണ്ടെത്താൻ പോകുന്നില്ല. വ്യാസഭഗവാൻ മുതൽ ശ്രീനാരായണ ഗുരുദേവൻ വരെ ഉള്ള സത്യദർശികൾ, പൂർണ്ണ സത്യം സാക്ഷാത്കരിച്ചവരെന്ന് ലോകം മുഴുവൻ സമ്മതിച്ചിട്ടുള്ള സത്യദർശികൾ ഈ അഭിപ്രായത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോ ഇത് ഓർമ്മിക്കുക. ഈ അഖണ്ഡ ബോധം തന്നെയാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് എന്നിങ്ങനെ സദാ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ജീവികളുടെയും ഉള്ളിൽ ഈ സത്യം തന്നെയാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനുണ്ട് എന്ന ആ ഞാനിനെ ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും എന്ന മറ മാറ്റി തെളിക്കുമെങ്കിൽ ഈ ഞാൻ, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈ ഞാൻ അഖണ്ഡ ബോധ ബ്രഹ്മമാണെന്ന് സ്പഷ്ടമായി അനുഭവിക്കാൻ കഴിയും. സൂര്യതുല്യം അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഗീതയും ഒക്കെ പ്രഖ്യാപിക്കുന്നത്. ആത്മോപദേശ ശതകത്തിലും ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ, 10,000 സൂര്യന്മാർ ഉദിച്ചുവരുന്നത് പോലെ സ്പഷ്ടമായി ആ സത്യത്തെ അനുഭവിക്കാൻ കഴിയും എന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പം നമ്മൾ തൽക്കാലം എവിടെ നിന്നാലും എന്ത് കർമ്മം ചെയ്താലും ഈ ഭേദചിന്തയും രാഗദ്വേഷവും മാറ്റി എല്ലാം ഈശ്വരനാണ്, ബ്രഹ്മമാണ് എന്ന് കുറേശ്ശെയെങ്കിലും ഉറപ്പിക്കുമോ? ഉറപ്പിച്ചാൽ പതുക്കെ പതുക്കെ ആ സത്യാനുഭവത്തോട് അടുക്കാൻ കഴിയും. നേരെ മറിച്ച് ശാസ്ത്രീയമായ ഈ സത്യസ്ഥിതി വിസ്മരിച്ചു പോകുന്നു, മറ്റെന്ത് ചെയ്തിട്ടും വിശേഷമില്ല. കാരണം ഉള്ളിൽ ഈ മറകൾ, ഭേദചിന്തയും രാഗദ്വേഷവും അകലുന്നില്ലെങ്കിൽ മറ്റെന്ത് ചെയ്താലും, നല്ല കർമ്മങ്ങൾ ചെയ്താൽ പോലും ഞാൻ സങ്കുചിതമായ ഒരഹങ്കാരമായി തന്നെ അവശേഷിക്കും. ഈ വസ്തുത ധരിച്ചുകൊണ്ട് നമുക്ക് ആത്മോപദേശത്തിലെ 7ാം പദ്യത്തിലേക്ക് കടക്കാം. എത്ര സ്പഷ്ടമാണ് പദ്യത്തിന്റെ അർത്ഥമെന്ന് നോക്കാം. ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായി, ഇതിനയോഗ്യനെങ്കിൽ പ്രണവ ഉണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഇതാണ് 7ാമത്തെ പദ്യം. ഇത് ഓർമ്മ ഉണ്ടെങ്കിൽ എളുപ്പം മനസ്സിലാവും. ഉണരരുതിന്നി, ഇനി ഉണരരുത്. ആദ്യം കേട്ടാൽ തോന്നും എന്താ ഗുരുദേവൻ പറയുന്നത്, ഇനി ഉണരരുതെന്നോ? അങ്ങനെയല്ല. ഉണരരുതിന്നി എങ്ങനെ? ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം അറിവായി. അറിവ്
എന്നിവിടെ പറയുന്നത് ഈ അഖണ്ഡ ബോധം, ബ്രഹ്മം. ബോധത്തിന് ഗുരുദേവൻ മലയാളത്തിൽ നൽകിയിട്ടുള്ള പേരാണ് അറിവ്. അറിവായി ഈ അഖണ്ഡ ബോധമാണ് ഞാൻ എന്ന് അനുഭവിച്ച് എന്നാണ് അർത്ഥം. ഞാനാര്? അഖണ്ഡ ബോധം, ബ്രഹ്മം. അഹം ബ്രഹ്മാസ്മി എന്ന് ഉപനിഷത്ത് പറയുന്ന ആ മഹാവാക്യാനുഭവം, ഞാൻ ബ്രഹ്മമാണ്. ഇതനുഭവിച്ച് ഉറങ്ങിടാതിരുന്നിടണം. ഇനി ഒരിക്കലും ഉറങ്ങാതെ ജീവിക്കണം. എപ്പോഴാണ് ഉറക്കം? പലത് സത്യമെന്ന് തോന്നുമ്പോൾ ഉറക്കം. അതായത് അജ്ഞത. ഇവിടെ പലതൊരിക്കലും സത്യമാവാൻ സാധ്യമല്ല. ദിവസവും പത്രം എടുത്ത് വായിക്കുകയോ ചരിത്രം വായിക്കുകയോ ഒക്കെ ചെയ്യുക. ഈ അജ്ഞതയിൽപ്പെട്ട് ഭ്രാന്ത് പിടിച്ച് കഴിയല്ലേ ലോകം മുഴുവൻ. എന്നെങ്കിലും എന്തിനെങ്കിലും കാര്യമായ ഒരു ശാന്തി കിട്ടുന്നുണ്ടോ? എന്താ കാര്യം? ഉറങ്ങിയിരിക്കുകയാണ്. സത്യത്തെ വിട്ടിട്ട് അസത്യം സത്യമാണെന്ന് കരുതിയിരിക്കുന്നു. അതാണ് ഉറക്കം. വേദാന്തിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ അജ്ഞത, ഉറക്കം. ഈ ഉറക്കം ഇനി ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം. ഉറങ്ങാനിടവരുത്. ഉറങ്ങിയാലല്ലേ ഉണരേണ്ട ആവശ്യം വരൂ. അതുകൊണ്ടാണ് ഇനി ഒരിക്കലും ഉറങ്ങുന്നില്ലെങ്കിൽ പിന്നെ ഉണരേണ്ട ആവശ്യമേ ഇല്ല. അതാണ് ഉണരരുതിന്നി. ഇനി എന്തുണരാൻ? ഇതങ്ങ് ഉറപ്പിക്കണം. ഇവിടെ ഒരു ഈശ്വരതത്വം മാത്രമേ ഉള്ളൂ. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം. അറിവായി അഖണ്ഡ ബോധബ്രഹ്മ അനുഭവം ഉറപ്പിച്ച് ഇനി ഉറങ്ങാതെ കഴിയണം. എന്നുവെച്ചാൽ ആ അനുഭവത്തിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കാതെ കുറഞ്ഞപക്ഷം ബുദ്ധിക്കെങ്കിലും ഉറപ്പുവരുത്തി. നമുക്കിപ്പോൾ അനുഭവം എല്ലാം ബ്രഹ്മമാണെന്ന് പൂർണ്ണമായി ഒരുപക്ഷെ വന്നിട്ടില്ലായിരിക്കാം. സാരമില്ല. ശാസ്ത്രീയമായി ചിന്തിച്ച് ബുദ്ധിക്ക് ഉറപ്പുവരുത്തും. പിന്നെ കുറേശ്ശെ അനുഭവിച്ചുകൊണ്ടത് മതി. ഒന്നേ ഉള്ളൂ, പലതില്ല. ഭാഗവതം പോലുള്ള കൃതികൾ തന്നെ ഏകാദശത്തിൽ ഉദ്ധവരോട് കൃഷ്ണൻ ആദ്യം പറയുന്നത് പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമ. ഉദ്ധവരെ, സത്യം കാണാത്ത വ്യക്തി പലത് കാണുന്നത് ഭ്രമം. ഇപ്പൊ ഭ്രമം സത്യമെന്ന് പറഞ്ഞ് ജീവിച്ചാലോ ഒരിക്കലും സുഖം സാധ്യമല്ല. ജീവിതം അതിന്റെ അവസാന ഭാഗത്തേക്ക് അടുക്കുമ്പോൾ പരമ ദുഃഖം. ഈ ലോകത്തെ ഏത് ചക്രവർത്തിയുടെ ജീവിതമോ പരിശോധിച്ചു നോക്കുക, അവസാനം എത്തുമ്പോൾ ദുരന്തം. എന്നുവെച്ചാൽ ഈ ഭ്രമം സത്യം എന്ന് പറഞ്ഞ് അത് സമ്പാദിക്കാനും അതിൽ സുഖിക്കാനും ഒരുപെട്ടു. അങ്ങോട്ടങ്ങോട്ട് ചെല്ലും തോറും അത് ജീർണിക്കുന്നു, നശിക്കുന്നു. അത് മുഖാന്തരം നിരവധി കലഹങ്ങൾ, തമ്മിൽ തല്ലുകൾ. മഹാഭാരത യുദ്ധം മുതൽ ഇങ്ങോട്ടുള്ള തമ്മിൽ തല്ലുകളെല്ലാം അല്പം ഭൂമിക്കോ അല്ലെങ്കിൽ പണത്തിനോ മറ്റേതെങ്കിലും പ്രശ്നത്തിനോ വേണ്ടിയാണല്ലോ. അതൊക്കെ ഭ്രമത്തെ ആസ്പദമാക്കിയാണ്. എന്നും എപ്പോഴും എവിടെയും ലോകമിളകി മറിയുന്നത് ഈ ഭ്രമത്തെ സത്യമെന്ന് ഓർമ്മിച്ച് അതിനെ കൈവശമാക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അപ്പോഴൊരു ചോദ്യം വരാം, പിന്നെ എവിടുന്ന് സുഖം കിട്ടും? ഭ്രമം സത്യമല്ലെന്നറിഞ്ഞ് രാഗദ്വേഷങ്ങൾ മാറ്റൂ. നിത്യാനന്ദം. ഉള്ളിലിരിക്കുന്ന ബ്രഹ്മത്തിന്റെ സ്വരൂപം ശുദ്ധാനന്ദമാണ്. ശുദ്ധബോധം, ശുദ്ധാനന്ദം. അത് തെളിഞ്ഞു കിട്ടിയാൽ ഒരു പരിതസ്ഥിതിയിലും എന്ത് കർമ്മം ചെയ്യുമ്പോഴും എവിടെയും നിരപേക്ഷമായ സുഖം അനുഭവിക്കാൻ കഴിയുന്നു.